സ്വാമി നമസ്കാരം. നമസ്കാരം. എന്തോ ഒരു മരത്തിന് തിരിക്കുന്നേ? നമുക്കേ ഈ ഒരു മരത്തിനെ കുറിച്ച് അറിയാമോ? ഇല്ല, അറിയത്തില്ല. ഇതാണ് രുദ്രാക്ഷം ഭദ്രാക്ഷം എന്നൊക്കെ പറയുന്ന ഒരു മരം. ഇത് കൊടും മരത്തിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. എങ്ങനെയുണ്ട് ഈ മരം? എങ്ങനെയുണ്ട്? അത് ഗംഭീരം കേട്ടോ. ഈ മരം ഇതെല്ലാം ഇതില്ലേ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരു ആന വന്നപ്പോൾ അവിടെ നിന്ന് പിടിക്കും തോന്നില്ല. ഇല്ല, അത്രയും ഇതുള്ള മരമാണ്. ഇത് വലിയ വിലയല്ലേ? വലിയ വില ഉള്ള സാധനമാണ്. ഇത് 4 ഐറ്റം ഉണ്ട് ഈ ഒരു കാ തന്നെ. ഭദ്രാക്ഷം എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത്. രുദ്രാക്ഷത്തിന്റെ ആ ഒരു ബന്ധത്തിൽ ചേരും. ഓക്കെ. ഈ താഴെ കിടക്കുന്ന മൊത്തം തന്നെയാണോ? താഴെ കിടക്കുന്നത് മൊത്തം ഇത് തന്നെയാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതാണ് ഈ കിടക്കുന്നത് മൊത്തം. ഇതുണ്ടല്ലേ, ഇതുണ്ട് കിടക്കുന്നത്. ഇതെല്ലാം ഇതാണോ? അതെല്ലാം ഇത് തന്നെയാണ്. നമുക്ക് നല്ല എടുക്കാം. ഇത് വലിയ വില കൊടുത്ത് ആൾക്കാരൊക്കെ മേടിക്കുന്ന സാധനം. ഇതൊക്കെ വലിയ വില കൊടുത്ത് നല്ല എനർജിക്ക് വേണ്ടി മേടിച്ച് ശരീരത്തിൽ തണിയുന്ന സാധനമാണ്. ഇതൊക്കെ വനത്തിൽ മാത്രം ഉണ്ടാകുന്ന സംഭവമാണ്. ഇതിന്റെ ഇടവഴിയെല്ലാം സ്വർണം പൂശും. ഇത് കണ്ടോ? സ്വർണം പൂശാം, പിച്ചള പൂശാം. നമുക്ക് പൈസ ഏതൊക്കെ രീതിയിലുണ്ടോ ആ രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ വരും അല്ലേ കുറെ ആകുമ്പോ? തീർച്ചയായിട്ടും. ഇതിന്റെ 3-4 ഐറ്റം ഉണ്ട്. ഇതുണ്ടോ വലിയ വില കൊടുത്ത്. ഇപ്പം മാർക്കറ്റിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ട്രെൻഡിങ് സാധനം. ട്രെൻഡിങ് ആണ്. ഇതാണ് ഇതിന്റെ കായ്. ഇതിപ്പോ നമ്മള് കാ വീണിട്ട് അവിഞ്ഞാണ്. അപ്പൊ അത് പൊട്ടിച്ചോ? ഇതാണ് സാധനം. ഇതാണ് ഒറിജിനല് നമ്മുടെ ശബരിമല വനത്തിലുള്ള രുദ്രാക്ഷം എന്ന് പറയുന്ന ഭദ്രാക്ഷം. ഓക്കെ. ഇതതിന്റെ ഉണങ്ങിയ ഫോമില്ലേ? ഇതിനകത്തൂടാണ് നൂല് ഇല്ലേ? അല്ല, ഇതിനിപ്പോ ഇത് കണ്ടോ? ഇത് കാണിച്ചു തരാം. ഇതുണ്ടോ? ഇത് വര കണ്ടോ? ഇതുണ്ടോ? വര കണ്ടോ? രുദ്രാക്ഷം പോലെ തന്നെയാണോ ഇത്? അതെ. രുദ്രാക്ഷത്തിന്റെ പുറമേ ഉള്ള ആ ഒരു ഇതെല്ലാം ഉണ്ടല്ലോ, ഇതാണ്. അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിതിപ്പോ ഇതിന്റെ ചുവട്ടിൽ പിറക്കി എടുത്തോണ്ട് മാത്രമാണ്. അപ്പൊ ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് നമ്മൾ കെട്ട് സ്വർണം കെട്ടുവോ അല്ലെങ്കിൽ വെള്ളി കെട്ടുവോ ഇത് മൊത്തം സ്വർണം കിട്ടും. അപ്പൊ ഇതും സ്വർണ്ണത്തെക്കാൾ വിലയുള്ള സാധനം. സ്വർണ്ണത്തെക്കാളും വിലയുള്ളതാണ്. ഇതിന്റെ ചന്ദ്രക്കല ഉള്ളത് ഏകമുഖ രുദ്രാക്ഷം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളഞ്ഞാണ് വരുന്നത്. അപ്പം എങ്ങനെയാണ് ചന്ദ്രക്കല എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിപ്പം 2 മുഖം ഉള്ളതാണ്. അപ്പൊ 2 മുഖം ഉള്ളതിന് അധികം വിലയില്ല, നിസ്സാര വില മാത്രമേ ഉള്ളൂ. നമ്മുടെ സാധാരണ രുദ്രാക്ഷത്തിന്. പക്ഷെ ഏകമുഖ രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ വളഞ്ഞിരിക്കുന്നതാണ്, ചന്ദ്രക്കല പോലെയാണ്. പക്ഷെ അതിനാണ് ഇരട്ടി വിലയുള്ളത്. പക്ഷെ അതും ഈ മരത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ്. അത് പക്ഷെ വേണ്ടൊരു 1000 കായ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കായാണ് ആ ഒരു രീതിയിൽ ഉണ്ടാകത്തുള്ളൂ. ചുരുക്കി പറഞ്ഞാല് ഈ ചവിട്ടി തേച്ച് കളയുന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപ. തീർച്ചയായിട്ടും. ഞാൻ പലതവണ ഇത് കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാല് പല ശബരിമലയ്ക്ക് വരുന്ന അയ്യപ്പന്മാരുടെ കഴുത്തിലൊക്കെ ഇത് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവര് നല്ല വിലയാണ് അവർ പറയുന്നത്. കാരണം ഇത് പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വെളിയിലോട്ട് ചെല്ലുമ്പോൾ നല്ല വിലയാണ്. നമുക്ക് ഇവിടെ ഒന്നും വില കിട്ടില്ല. വിലയില്ല. അല്ലെ നമ്മൾ എവിടെ ചവിട്ടുന്ന അവിടെ നിങ്ങൾ നോക്കി ഇവിടെ എല്ലാം ഇതാണ് ഈ സാധനം കിടക്കുന്നുണ്ടോ? എവിടെ നോക്കിയാൽ ഈ സാധനം കിടക്കുന്നത്. ഇതാണ് അതിന്റെ പച്ചക്കായ. പച്ചക്കായ അതൊന്ന് പൊട്ടിച്ചു നോക്കി. അന്ന് പൊട്ടി ആ ഒരു കല്ല വെച്ചൊന്ന് ഇടിച്ചു നോക്കി. ചെറുതായിട്ടൊന്ന് അപ്പൊ അത് നമുക്ക് കാണുമ്പോഴത്തേന് ഒറിജിനൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? അത് ഇതാണ് ഭദ്രാക്ഷം എന്ന് പറഞ്ഞാൽ രുദ്രാക്ഷം. നമ്മുടെ ഇന്ത്യയിലുള്ള സംഭവമാണിത്. ഇത് പഴുത്ത് വരുമ്പോൾ ഇത് മൊത്തത്തിൽ വിസിബിൾ ആവും അല്ലേ? ഇതിനകത്ത് അതെ പാടുകളെല്ലാം രുദ്രാക്ഷം പോലെ തന്നെ. രുദ്രാക്ഷത്തിന്റെ അതേ ഗുണങ്ങളും എനർജിയും എല്ലാം ഇത് ധരിച്ചാലും ഉണ്ടാവുന്നതാണ്. ഓക്കെ. ഇതാണ് സാധനം. ഇതാണ് ലക്ഷക്കണക്കിന് രൂപ ഇട്ട് ആളുകൾ മേടിക്കുന്നത്. ഇപ്പം ഇതിന് മാലകളും എല്ലാം കിട്ടാനുണ്ടല്ലോ, ഓൺലൈനിൽ നമുക്ക് കിട്ടും. പക്ഷെ അവര് ഭയങ്കര വിലയാണ് വാങ്ങിക്കുന്നത്. കണ്ടില്ലെന്ന് പറയില്ല. ഇതാണ് മരം കൂടെ കാണിച്ചാൽ മരം കൂടെ. ഈ മരം എത്ര വർഷം പഴക്കമാണ്? ഈ മരത്തിന് എങ്ങനെ 100 വർഷം പഴക്കമുണ്ട്. ഉണ്ടാവില്ലേ? 100 വർഷം പഴക്കമുള്ള രുദ്രാക്ഷ മരമാണ് ഈ കാണുന്നത്. കേട്ടോ, മേലോട്ട് നോക്ക്. ഈ മരമാണ് ഇവിടെ എല്ലാം 100 വർഷം പഴക്കമുള്ള. ഇത് തന്നെ നോക്കി. ഇത്ര വേടി തിരിഞ്ഞൊരു മരം വരണമെങ്കിൽ തന്നെ നോക്കി വേര്. ഇതുപോലെ കാണുമ്പോ വിചാരിക്കും ആലാണ് ആദ്യത്തെ ഫസ്റ്റ് കാഴ്ച. ആലല്ല, ആല ഇതിൽ പിടിച്ചിട്ടുണ്ട്. അത് രുദ്രാക്ഷമല്ലേ? അപ്പൊ രുദ്രാക്ഷ മരം ആയതുകൊണ്ട് അതിനകത്ത് എന്തായാലും ഒരു വിഷ്ണുഭഗവാന്റെ അനുഗ്രഹം ഉള്ളതാണ്. ഇത് ശിവഭഗവാന്റെ അനുഗ്രഹം അതിന്റെ കൂട്ടത്തിലുള്ളതാണ്. അപ്പം അതിൽ ആരും കൂടെ കേറി ഇതിന്റെ അങ്ങനെ തൊട്ട് ഇങ്ങനെ അളന്ന് നോക്കിയത് അതിന്റെ വീടിന്റെ വീതി. ഇപ്പുറത്ത് വന്നേ. ഞാനിവിടെ എന്നെ ആന പിടിക്കല്ല. ശരിയാണോ? ഇതുപോലെ മരം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇനി അപ്പുറം വീട് ചെന്നാൽ ഇത് തന്നെ. അതാണ് ഈ രുദ്രാക്ഷത്തിന്റെ ഒരു പ്രക്രിയ. ഇനി അപ്പുറം ചെന്ന് നോക്കാം. അപ്പുറം ഞാൻ ഇത് തന്നെ സംഭവം. ഏതെങ്കിലും മരത്തിന് ഇങ്ങനെ ഉണ്ടോ? ഇതുണ്ടോ? ഇവിടെ ഒറ്റ നിപ്പാ. ഈ വീട് എങ്ങനെ ഉണ്ട്?